ഹായ് വൺ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്. സ്വിച്ച് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കായിരിക്കും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇഫ് കണ്ടീഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഡേയ്സ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങിച്ചിട്ട് അത് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഒരു നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ നമ്മളെന്താ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചായിരുന്നു. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഇതിനകത്തിപ്പോൾ നമ്മൾ ചെയ്തപ്പം ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തപ്പം 1 2 3 ഒരു ഇഫും ബാക്കി എത്ര 1 2 3 4 5 6 എൽസ് ഇഫ് അങ്ങനെ എന്താ ഒരു ഇഫ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇതുണ്ടായി. കോഡ് കാണാൻ തന്നെ ഒരു രസമില്ലാത്ത രീതിയിൽ ഒരുമാതിരി ആയിരിക്കും. അപ്പം എന്താ ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്ര ഇഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാതിരിക്കാൻ വേണ്ടി അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന സാധനമാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊന്ന് എന്താ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചെറുതാണെന്ന് തോന്നുന്നു, സൂം ചെയ്ത് കാണിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് മെനി ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് യു ക്യാൻ യൂസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. എന്താ ഒരുപാട് നേരത്തെ പറഞ്ഞുകൊണ്ട് എൽസ് ഇഫ് എഴുതുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ടല്ലേ സ്വിച്ചിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പുതുതായിട്ട് 2 കാര്യങ്ങളാണ് പഠിക്കുന്ന, ബ്രേക്കും ഡീഫോൾട്ട് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ബ്രേക്ക് എന്ന് പറയുന്നത് എന്താ ഒരു കീവേഡാണ്, ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഞാൻ ഡീഫോൾട്ട് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഇഫ് കണ്ടീഷൻസ് നമ്മളിങ്ങനെ എഴുതിയില്ല, ഇഫ് എഴുതി എൽസ് ഇഫ് എഴുതി. ഓക്കെ, അപ്പോൾ ഈ എഫിനകത്തും എൽസ് ഇഫിനകത്ത് എന്താ ഓരോ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. 1 ആണോ 2 ആണോ 3 ആണോ യൂസർ എന്ന വാല്യൂ ഏതാണെന്നുള്ളത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തേക്കാം. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. അത് നമ്മളെന്താ കണ്ടീഷൻസിനകത്ത് ചെക്ക് ചെയ്യുന്ന അവിടെ എഴുതും. അപ്പോൾ ഈ 1 തൊട്ട് 7 വരെ ഉള്ളതിനകത്തല്ലാത്ത ഏതെങ്കിലും വാല്യൂ 0 100 22 അങ്ങനെ ഏതെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വാല്യൂ വരുവാണെങ്കിൽ നമ്മളെന്താ അത് എൽസിനകത്താണ്. ഈ വാല്യൂ ഒന്നും അല്ലെങ്കിൽ എന്താ നീര മണ്ടനാണ് നമ്മൾ നേരത്തെ പ്രിൻറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഈ എൽസ് അല്ലെങ്കിൽ എന്താ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വാല്യൂ, നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വാല്യൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡീഫോൾട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഡീഫോൾട്ട് യൂസ് ചെയ്തിട്ട് എന്താ നമ്മൾ അവിടെ എന്താണോ നമുക്ക് അവിടെ മാനേജ് ചെയ്യേണ്ടത് അത് എഴുതി കാണിക്കാം. ഓക്കെ, എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വാല്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂസറിൻ്റെ അടുത്ത് യൂസർ എത്ര, ഇപ്പോൾ നമുക്ക് 1 തൊട്ട് 7 വരെ തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് യൂസർ അറിയാണ്ട് 77 എന്നായിപ്പോയി. അപ്പം 77 എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വാല്യൂ അല്ലേ. അപ്പം നമ്മളെന്താ ഡീഫോൾട്ട് കണ്ടീഷനകത്ത് എന്ത് ചെയ്ത് വയ്ക്കും, വീണ്ടും യൂസറിൻ്റെ അടുത്ത് പറയും യു എൻ്റർഡ് റോങ് വാല്യൂ പ്ലീസ് എൻ്റർ കറക്റ്റ് വാല്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്താ ഡീഫോൾട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് കോഡിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഇനി അടുത്താണ് ബ്രേക്ക് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇപ്പം യൂസറാണെങ്കിൽ എനിക്കൊരു വാല്യൂ വന്നു. അപ്പം യൂസറിൻ്റെ അടുത്ത് 1 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ തരാൻ പറഞ്ഞു. അപ്പോൾ യൂസർ എനിക്ക് തന്ന വാല്യൂ എന്ന് പറയുന്നത് 3. അപ്പം നമ്മൾ ഇച്ചിരി പേരെ ഇഫ് 1 ആണോ നോക്കും, 2 ആണോ നോക്കും, 3 ആണോ നോക്കും, 4 നോക്കും, 5 നോക്കും, 6 നോക്കും. ഓക്കെ, നമ്മൾ യൂസറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ യൂസർ 3 എന്ന് പറഞ്ഞൊരു വാല്യൂ വന്നപ്പം എനിക്കെന്തായാലും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യണം, 1 ആണോ നോക്കണം, 2 ആണോ നോക്കണം. 3 എന്നപ്പോഴത്തേക്ക് ആൻസർ കറക്റ്റായി. ഇവിടുത്തെ റോങ് ആയിട്ട് ഇവിടെ എന്താ ആൻസർ കറക്റ്റായി. അതിൽ 3 എന്ന് പറയുന്ന കണ്ടീഷൻ ശരിയായി. ഈ ശരിയായതിന് ശേഷം ഈ തറയിലോട്ട് കിടക്കുന്ന ഇത്രയും കണ്ടീഷൻസ് നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തായിരിക്കും, ഇതെന്തായാലും റോങ് ആയിരിക്കും, യൂസർ എൻ്റർ ചെയ്ത വാല്യൂ 3 ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇവിടം വരെ മതി, 3 വർക്കായാൽ എനിക്ക് ഇവിടം വരെ മതി. എന്നിട്ട് ഇവിടെ വെച്ച് എനിക്ക് എന്താ എൻ്റെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താണോ പ്രിൻറ്റ് ചെയ്യാനുള്ളത് അത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ട് എനിക്ക് എന്താ എൻ്റെ സംഭവം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എനിക്ക് ഇവിടെ വെച്ച് എന്താ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്താ ബ്രേക്ക് എന്ന് പറയുന്നത്. ആ വേർഡിനകത്ത് തന്നെ ഉണ്ട് ബ്രേക്ക് കീവേഡ്. ബ്രേക്ക് കീവേഡ് എന്ന് പറയുന്നത് എന്താ എവിടെയെങ്കിലും വെച്ച് എന്തിനെങ്കിലും എന്താ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എഴുതുന്ന സംഭവം എന്താ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ബ്രേക്ക് കീവേഡ് യൂസ് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ കോഡിനകത്തോട്ട് പോകാം. ഓക്കെ, ചെറിയൊരു ടോപ്പിക്ക്, അത് തോനെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. നമ്മൾ ഇഫ് കണ്ടീഷൻസ് യൂസ് ചെയ്യുന്ന തൊട്ട് മാത്രമേ ഉള്ളൂ സ്വിച്ച്. ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, switch.c എന്ന് പറയുന്നത് ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഡേയ്സ് അല്ലേ നല്ല സംഭവിച്ചോട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് വരെ. തൽക്കാലത്തേക്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളെന്താ കറക്റ്റ് കോഡ് എഴുതി തന്നെ പോവുക. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് വാങ്ങിക്കാൻ പറഞ്ഞു.
നമുക്കങ്ങ് എഴുതല്ലേ. ഹാഷ് ഇൻക്ലൂഡ് st.h ഇൻറ്റ് മെയിൻ കൊടുക്കുന്നെന്താ ഒരു കേളി ബ്രാക്കറ്റ് അവിടെ ഇല്ല. ഓക്കെ, യൂസറിൻ്റെ നമ്മളെന്താ 1 തൊട്ട് 7 വരെയുള്ള ഒരു ഇത് തരാൻ പറഞ്ഞു. എന്നിട്ടാണെങ്കിൽ എന്താ നമുക്കത് വെച്ചിട്ട് യൂസറിന് എന്താ ഒരു ഡേ വിഷയം ഈ ചെയ്ത സെയിം സംഭവം നമ്മൾ ഇഫ് കണ്ടീഷനകത്ത് ചെയ്ത സെയിം സംഭവം തന്നെ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും വരില്ല ഇനി സ്വിച്ച് എന്താണെന്നുള്ള രീതിയിൽ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇഫ് യൂസ് ചെയ്തിട്ട് ചെയ്ത അതേ സാധനം തന്നെ സ്വിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കാണെങ്കിൽ ഓട്ടോ സജഷനകത്ത് ഇത്രയും വന്നു പോയി. അതെ, ഓക്കെ, സ്വിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ഇഫ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇഫ് കീവേഡ് അല്ലേ, അതേപോലെ സ്വിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് എന്താ സ്വിച്ച് എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ എടുക്കണം, ഒരു ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്നതെന്ന് പറയുന്നത് ഏത് വാല്യൂ ആണോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ യൂസർ തരുന്ന വാല്യൂ ഏതെങ്കിലും വേരിയബിളിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഏതാണോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അതായിരിക്കും നമ്മൾ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താ, ഇവിടെ ഡേ യൂസർ ആയിരുന്ന ഡേ എന്ന് പറയുന്ന വേരിയബിളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണോ എന്നുള്ള കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഇഫിനകത്ത് കൂട്ടല്ല, ഇഫിനകത്ത് നമ്മൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യും. ഇവിടെ ഓരോന്നോരോന്നാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് എന്താ സ്വിച്ചിനകത്തോട്ട് ഏത് വേരിയബിളാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് വേരിയബിളാണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ എന്താ നമ്മൾ ആദ്യമേ ഒന്ന് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഈ സ്വിച്ചിനകത്തോട്ട് എന്താ പാസ് ചെയ്യണം. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഈ സ്വിച്ചിനകത്തോട്ട് ഡേ എന്ന് പറയുന്ന വേരിയബിൾ എന്താ പാസ് ചെയ്ത് ഇനി നമ്മൾ ഓരോ കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് കേസ്. ഓക്കെ, കേസ് ഇപ്പോൾ ഡേയുടെ വാല്യൂ 1 ആവുകയാണ് എങ്കിൽ, ഓക്കെ, ഇഫ് ഡേ ഈക്വൽ ടു 1 അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താ, സ്വിച്ചിനകത്ത് ഡേ പാസ് ചെയ്തിട്ട് കേസ് 1 ഒന്നാണെങ്കിൽ എന്താ പ്രിൻ്റ് എഫിനകത്ത് ഹാപ്പി മൺഡേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ യൂസർ ഇപ്പം 1 തരുമോ 0 തരുമോ 1 തരുമോ 2 തരുമോ 3 തരുമോ 4 തരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് എന്താ എല്ലാ പ്രാവശ്യവും നമുക്ക് എന്ത് ചെയ്തേക്കാം, അങ്ങ് ബ്രേക്ക് ചെയ്തേക്കാം. അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇൻ കേസ് യൂസർ 1 അടിക്കുന്നതെങ്കിൽ എന്താ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കേസ് 1 നോക്കും 1 എന്നുള്ളത്. ഓക്കെ, കേസ് എത്ര 1 എന്നുള്ളത് നോക്കും 1 അപ്പോൾ എന്താ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാപ്പി മൺഡേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചിട്ട് ഇവിടെ വെച്ച് എന്താ ബ്രേക്ക് ചെയ്യുക. ഇനി ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് തറയിലോട്ട് വർക്കാവേണ്ട ആവശ്യമില്ല. കേസ് എന്തായി സാറ്റിസ്ഫൈ ആയി. സോ ഇവിടം വരെ വർക്കായിട്ട് എന്താ നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പോകും. അല്ലെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വെച്ച് എന്തായി ബ്രേക്ക് ചെയ്തു. ഇതുപോലെ ഞാൻ തൽക്കാലത്തേക്കൊന്ന് കോപ്പി ചെയ്യാണ്. നിങ്ങൾ കോപ്പി ചെയ്യാൻ നിൽക്കില്ലേ. കേസ് 2 ഇട്ടുവാണെങ്കിൽ ഹാപ്പി ട്യൂസ്ഡേ. 3 ആണെങ്കിൽ വെൻസ്ഡേ. 4 ആണെങ്കിൽ തേഴ്സ്ഡേ. 5 ആണെങ്കിൽ ഫ്രൈഡേ. 6 ആണെങ്കിൽ സാറ്റർഡേ. ഇനി എന്തായാലും സൺഡേ മാത്രം ബാക്കി വെച്ചേക്കണ്ടല്ലോ. സൺഡേ കൂടെ നമുക്ക് എഴുതാം. അതിനകത്ത് സൺഡേ. ഓക്കെ, ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. കംപ്ലീറ്റ് ആദ്യം
നമ്മൾ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ട് ഇൻറ്റ് ഡേ എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് യൂസറിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് 1 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും നമ്പർ എൻ്റർ ചെയ്യുക എന്നുള്ളത്. ആ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ നമ്മൾ ഡേ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് എന്ത് ചെയ്തു, സ്കാൻ ചെയ്ത് വാങ്ങിച്ചു. ഓക്കെ, ഇനി സ്കാൻ ചെയ്ത് വാങ്ങിച്ച് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ യൂസർ 1 to 7 അടിക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഓർഡറിൽ യൂസറിന് ഏതെങ്കിലും ഒരു ഡേ വിഷ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ നമ്പർ വാങ്ങിച്ചത്. നമ്മൾ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്നത് ഇഫ് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഇതേ എക്സാമ്പിൾ നമ്മൾ ചെയ്തിരുന്നത്. ഇഫ് കണ്ടീഷൻസിന് പകരം അല്ലെങ്കിൽ ഒരുപാട് എൽസ് ഇഫ് ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് അതിന് ഓൾട്ടർനേറ്റീവായിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എൽസ് ഇഫിന് അല്ലെങ്കിൽ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നതിന് പകരം അല്ലെ ഇതേപോലെ എൽസ് ഇഫ് ഇങ്ങനെ എഴുതി കുളമാക്കി വെക്കുന്നതിന് പകരം നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ട് അല്ലെങ്കിൽ കോഡ് റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ മതി. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അത്യാവശ്യം നമ്മുടെ ഇതിൻ്റെ കോഡിൻ്റെ റീഡബിലിറ്റി നമുക്ക് കുറച്ചുകൂടെ കൂടുതലാണ്. അല്ലെ നമുക്ക് ഒന്നാണെങ്കിൽ ഇങ്ങനെയാണ് വരേണ്ട, അല്ലെങ്കിൽ ഇതെന്താ നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ക്യാപ്ചർ ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതേസമയം നമ്മുടെ ഇഫ് കണ്ടീഷൻസിൻ്റെ ഇതിനകത്തോട്ട് കണ്ട എല്ലാം ഒരുമാതിരി അടുപ്പിച്ച് വലിച്ചുവാരി എഴുതി വെച്ചേക്കുന്നുണ്ടായിരിക്കും. സോ ഇതേപോലെ റീഡബിലിറ്റിയും അല്ലെങ്കിൽ കോഡിനെ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഇതേപോലത്തെ സന്ദർഭത്തിൽ. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഇഫ് എഴുതേണ്ട സിറ്റുവേഷൻസ് കാണും, അതേപോലെ തന്നെ സ്വിച്ച് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനും കാണും. ഇപ്പോൾ സ്വിച്ച് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരുപാട് എൽസ് ഇഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, സ്വിച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം 1-2 എൽസിഫിനകത്തൊക്കെ ചെയ്യുമെങ്കിൽ നമ്മൾ മിക്കവാറും എൽസിഫൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു 6-7 തവണ ഈ എൽസിഫ് ഇങ്ങനെ എഴുതി പോകുമ്പോഴത്തേക്ക് ആ കോഡിൻ്റെ റീഡബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. സോ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ നമ്മളാണെങ്കിൽ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഈ സ്വിച്ച് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് നമുക്ക് ഏത് വാല്യൂ ആണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂവിനെ നമ്മൾ കൊടുക്കും. ഏത് വാല്യൂവിനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ ഡേ എന്ന് പറയുന്ന വേരിയബിൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഡേൻ്റെ വാല്യൂസാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഡേ എന്ന് പറയുന്ന സാധനം സ്വിച്ചിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ സ്വിച്ചിനകത്തോട്ട് പാസ് ചെയ്യുന്നിടം വരെ. ഇനി ഇവിടെ ആണെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. 1 ആണോ 2 ആണോ നമ്മൾ ഡിസൈർ ചെയ്യുന്ന കണ്ടീഷൻസ് ഏതാണോ അത് നമുക്ക് ചെക്ക് ചെയ്യണം. 1 ആണോ, അപ്പോൾ നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ 1 to 7 വരെ. അപ്പോൾ 1 തൊട്ട് 7 വരെ ഉള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇഫ് 1 അതേപോലെ ആലോചിച്ചത് കേസ് 1 കേസ് 2 എന്ന് വെച്ചാൽ ഇഫ് 2 അല്ലെ ഇഫ് ഡേ ഈക്വൽ ടു 2. ഓക്കെ, ഡേ ഈക്വൽ ടു 2 ഈ ഒരു കാര്യം തന്നെ. ഇഫ് ഡേ ഈക്വൽ ടു 2 അല്ലെ ഡേ ഈക്വൽ ടു 2 ആണോ നമ്മൾ നോക്കുക. അപ്പോൾ കേസ് 1 എന്ന് പറയുന്നത് ഇഫ് 1 ആണെങ്കിൽ അവിടെ പ്രിൻറ്റ് ചെയ്യണം ഹാപ്പി മൺഡേ എന്നുള്ള കാര്യം പ്രിൻറ്റ് ചെയ്യണം. അവിടെ ബ്രേക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇനി ബ്രേക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ ഇപ്പോൾ യൂസർ 1 to 7 ഏത് വാല്യൂ ആണെങ്കിലും തരാം. ഇപ്പോൾ ഇൻ കേസ് യൂസർ തന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ എനിക്ക് ഈ ഒറ്റ ബ്ലോക്ക് ഓഫ് കോഡ് മാത്രം ചെയ്താൽ മതി, എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഈ കേസ് 1 ഓക്കെ ആകുമ്പോൾ കോഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ബാക്കി തറയിലോട്ട് എനിക്ക് കണ്ടീഷൻസ് ചെക്ക് പോലും ചെയ്യണ്ട. കാരണം ഇവിടെ വെച്ച് നമ്മുടെ ലോജിക്ക് തീരാണ്. ഇപ്പോൾ യൂസർ അടിക്കുന്ന 1 ആണെങ്കിൽ ആ 1 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു വാല്യൂ നമ്മളല്ലേ അത് വരുമ്പോൾ എന്താണോ കമാൻഡ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് ചെയ്ത് തീർന്നിട്ട് അങ്ങ് എക്സിറ്റ് അയക്കണം. പിന്നെ സ്വിച്ചിനകത്തോട്ട് ബാക്കി 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ വേറൊരു സാധനം കൂടെ പറഞ്ഞായിരുന്നു, ഡീഫോൾട്ട്. ഡീഫോൾട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ്എഫിനകത്ത് എൻ്റെ വാല്യൂ ഫ്രം 1 to 7 1 തൊട്ട് 7 വരെയുള്ളതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ കറക്റ്റായിട്ട് അടിക്കാൻ വേണ്ടി യൂസറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. ഈ ഡീഫോൾട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും നമ്പറാണ് യൂസർ അടിക്കുന്നതെങ്കിൽ നമ്മൾ യൂസറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. പ്ലീസ് എൻ്റർ വേണ്ട. ഇത് യൂസ് ചെയ്താൽ കറക്റ്റാകത്തില്ല. എൻ്റെ
റോങ് നമ്പർ. നിങ്ങൾ എൻ്റർ ചെയ്ത് എന്താ റോങ് നമ്പറാണ് നമുക്ക് യൂസറിൻ്റെ അടുത്ത് പറഞ്ഞെടുക്കാം. ഓക്കെ, ഇതിനി ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈലാവുന്നു. ഓക്കെ, പ്ലീസ് എൻ്റർ എ വാല്യൂ ഫ്രം 1 to 7. ഞാൻ ആദ്യമേ തന്നെ 33 ഒന്ന് അടിച്ചു കൊടുക്കുക. 33 ഒന്ന് അടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് വന്ന ആൻസർ എന്ന് പറയുന്നത് യു എൻ്റർഡ് എ റോങ് നമ്പർ എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന 1 to 7 അതിനുള്ള കോഡ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളൂ. ഞാനൊന്നും കൂടെ റൺ ചെയ്യാം. പ്ലീസ് എൻ്റർ 1 to 7. ഞാൻ 5 അടിച്ചു. 5 അടിച്ചപ്പോൾ ഹാപ്പി ഫ്രൈഡേ. ഓക്കെ, എങ്ങനെയാണോ ഇഫ് കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്തത് അതേ രീതിയിൽ തന്നെ ഇഫ് എൽസ് ഒരുപാട് വരുമ്പോഴത്തേക്ക് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കോഡിൻ്റെ റീഡബിലിറ്റി കുറച്ചുകൂടെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്യുന്നതാണ് സ്വിച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ എക്സാമ്പിൾസ് എന്താ ഒന്ന് ചെയ്ത് നോക്കാം.